തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദ്ർ യുദ്ധത്തിന് മുന്നോടിയായി അനുയായികളെ അണിയൊപ്പിച്ച് നിരയൊപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ നിന്ന സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ് വരിയിൽ നിന്ന് അല്പം മുന്നോട്ടാഞ്ഞു നിൽക്കുമ്പോൾ നബി തങ്ങൾ തന്റെ കയ്യിലുള്ള ബ്രഷ് കൊണ്ട് ആ സഹാബിയുടെ വയറ്റിൽ അല്പം കുത്തിയിട്ട് പിന്നോട്ട് തള്ളി റെഡിയാക്കി നിർത്തുകയാണ്. അങ്ങനെ ആ രംഗം കഴിഞ്ഞു. ശേഷം ബദ്ർ യുദ്ധമുഖത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞു, എന്നിൽ നിന്ന് ആർക്കെങ്കിലും ഹക്കിടപാടുകൾ വല്ലതും വീട്ടിക്കിട്ടാനുണ്ടെങ്കിൽ ചോദിക്കാൻ ആരും മടിക്കരുത്. ഹക്കിടപാട് വല്ലതും എന്നിൽ നിന്ന് ലഭിക്കാനുണ്ടെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബികളിൽ നിന്ന സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നു, അതേ നബിയെ, എനിക്ക് അങ്ങയിൽ നിന്നൊരു നീതി ലഭിക്കാനുണ്ട്. കാരണം അങ്ങ് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ സഫിൽ നിൽക്കുമ്പോൾ അങ്ങെന്നെ വയറ്റത്ത് കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം. നിങ്ങളെ അല്ലാഹു തആല അയച്ചത് സത്യസന്ധതയും നീതിയുമൊക്കെ നടപ്പിലാക്കാനല്ലേ? അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ കൂട്ടത്തിൽ നിന്ന സഹാബത്തെല്ലാം ഞെട്ടിത്തരിച്ചു പോവുകയാണ്. സ്തബ്ധരായി അവർ നിൽക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, എനിക്ക് പ്രതികാരമെടുക്കാൻ അവസരം തരണം. സവാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. വകുല്ലി ഷഫീഅൻ യൗമ ലാ ദു ശഫാഅത്തി. നബിയെ, അങ്ങ് ഖിയാമത്ത് നാളിൽ ഈ സാധുവായ സവാദിനു വേണ്ടി ശുപാർശകനായി നിൽക്കണം എന്ന് അവിടുത്തെയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അനുരാഗം കലർന്ന വരികൾ എഴുതിയ വലിയ മഹാനാണ് സവാദ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഇപ്പോൾ പറയുന്നത് നബിതങ്ങളോട് പ്രതികാരം ചെയ്യണമെന്നാണ്. ശരി, അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുത്തേറ്റു വാങ്ങുവാൻ വേണ്ടി റെഡിയായി നിന്നു. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ നബിയെ, ഞാൻ കുപ്പായം അഴിച്ചു നിന്ന നേരത്താണ് അങ്ങെന്നെ വയറ്റത്ത് കുത്തിയത്. അതുകൊണ്ട് അങ്ങയുടെ ഷർട്ട് കുപ്പായം ഊരേണ്ടതാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിയുടെ നായകരാണ്. ലോകത്തിന് മുഴുവനും നീതിയുടെ മഹിതാധ്യായങ്ങളെ പഠിപ്പിച്ച നേതാവാണ്. അതുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷർട്ട് അഴിച്ചുകൊണ്ട് കുപ്പായം മാറ്റിവെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് രംഗം മാറി മറിയുന്നത്. സവാദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് ചെന്ന് ആ പവിത്രമായ ഉദരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറിൽ തുരുതുരാ ചുംബിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യഭൂമേനിയോട് തന്റെ മുഖം അമർത്തുകയാണ്. എന്നിട്ടൊരു വിശദീകരണം നൽകുകയാണ്. അല്ലയോ നബിയെ, ഞാൻ യുദ്ധരംഗത്തേക്ക് പോകുകയാണ്. ഞാൻ ഷഹീദായാൽ എൻ്റെ ഒരാഗ്രഹമാണ് അവസാനമായി മരണത്തിന് മുമ്പ് അങ്ങയുടെ ആ പവിത്ര ശരീരത്തോട് എൻ്റെ ശരീരം ചേർത്തു വെക്കണം എന്ന ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതും ഇപ്രകാരം ചെയ്തതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫദഅ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ. ആ സവാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി തങ്ങൾ ഖൈർ കൊണ്ട് നന്മ വർഷിക്കുവാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ സവാദ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഷഹീദിന് സ്വർഗത്തിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. പക്ഷേ കടബാധ്യതയുണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനാവശ്യമായി വലിയ വലിയ തുകകൾ കടം വാങ്ങുകയും പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാതെ മുങ്ങുകയും അല്ലെങ്കിൽ ഫോൺ എടുക്കാതെ കടം തന്നവനെ ബുദ്ധിമുട്ടിലാക്കുകയും ഫോൺ നമ്പർ കട്ട് ചെയ്ത് മറ്റ് നമ്പറിലേക്ക് മാറുകയുമൊക്കെ ചെയ്യുന്ന
തട്ടിപ്പുകാരായ ആളുകൾ ഈ സംഭവങ്ങളെ ചേർത്ത് വായിക്കേണ്ടതാണ്.